നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ, അതുപോലെ തന്നെ മീറ്റ് സ്കോളർഷിപ്പ് പെൻഷൻ 1000 രൂപയുടെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ 3 മാസത്തെ ഗഡുക്കളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ജനുവരി മാസം, ഫെബ്രുവരി, മാർച്ച് എന്നിങ്ങനെ 3 മാസങ്ങളിലെ പെൻഷൻ 3000 രൂപ നമുക്ക് ഇതോടൊപ്പം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഏപ്രിൽ മാസത്തിലെ ഗഡുവാണ്. നമുക്കറിയാം, ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ മാസത്തിലെ പെൻഷൻ വൈകുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സാധാരണഗതിയിൽ 25-ാം തീയതി ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ മാസം 25-ാം തീയതി ലഭിക്കില്ലെന്നാണ് ഇപ്പോൾ അറിയുന്നത്. 30-ാം തീയതിയോ അതല്ലെങ്കിൽ 1-ാം തീയതിയോ ആയിരിക്കും നമുക്ക് ഈ മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം നമുക്ക് ലഭിക്കുക. ഏകദേശം 32 ലക്ഷത്തിലധികം അപേക്ഷകൾ ഉണ്ടായിരുന്നു. അതിലേകദേശം 50-60 ആളുകളുടെ അപേക്ഷ ഇപ്പോൾ റിജക്റ്റ് ആയിട്ടുണ്ട്. അതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നതിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അങ്ങനെ കഴിഞ്ഞ വീഡിയോസ് കാണാത്ത ആളുകൾ അത് കാണുക, എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതെല്ലാം. അതുപോലെ തന്നെ അന്ന് പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ച സമയത്ത് ആധാർ നമ്പർ തെറ്റായി കൊടുത്തു, ബാങ്ക് അക്കൗണ്ട് നമ്പർ തെറ്റായി കൊടുത്തു എന്നിങ്ങനെയുള്ള പല ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ അത് എഡിറ്റ് ചെയ്യാനും പുതിയ അപേക്ഷ നൽകാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ സ്ത്രീകൾക്കായിരിക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അതിൽ തന്നെ അവർ ചുവപ്പ്, മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കണം. സർക്കാരിൽ നിന്നോ മറ്റ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ വാങ്ങുന്ന ആളുകളായിരിക്കരുത്. എന്നീ ആവശ്യങ്ങൾ മാത്രമാണ് അതിനുള്ളത്. ഇത് വെച്ച് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ ആധാർ കാർഡ്, പ്രായം തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ, അത് നിങ്ങളുടെ SLC ബുക്ക് ആകാം, പാസ്പോർട്ടാകാം, ഡ്രൈവിംഗ് ലൈസൻസ് ആകാം. അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയുമായി നിങ്ങൾക്ക് കേസ്മായിട്ട് ആപ്ലിക്കേഷൻ വഴിയോ മറ്റ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്രൂവൽ ആകുകയും പിന്നീട് നിങ്ങൾക്ക് സേവന പെൻഷൻ പോർട്ടൽ വഴി ചെക്ക് ചെയ്യാൻ സാധിക്കും. സേവന പെൻഷൻ പോർട്ടലിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് കമൻറ്റ് ചെയ്യുക. ഇനിയും അപേക്ഷിക്കാത്ത ഒരുപാട് ആളുകളുണ്ടെന്നാണ് സർക്കാർ കണക്ക്. അവരും എത്രയും വേണ്ടി തന്നെ അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും വെള്ളക്കാർഡും ചുവപ്പ് റേഷൻ കാർഡിലേക്ക് അനർഹമായി മാറരുത്. ഇങ്ങനെ വെള്ള റേഷൻ കാർഡിൽ നിന്നും ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറുന്ന ആളുകളുടെ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അനർഹമായിട്ടാണ് മാറുന്നതെങ്കിൽ വലിയ രൂപത്തിലുള്ള ഫൈനലും മറ്റു കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, ഇനി പുതിയ സർക്കാർ വരികയാണ്. ഒരുപാട് ആനുകൂല്യങ്ങൾ ചിലപ്പോൾ പുതിയ സർക്കാർ വരുന്ന സമയങ്ങളിൽ ഉണ്ടായിരിക്കാം. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ആദ്യത്തെ 100 ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് അറിയിപ്പുകളും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഒന്നുകൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.